വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് ഞാനത് ഫുഡ് കഴിച്ചപ്പോ തന്നെ അത് പറ്റൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ തുടച്ചവിടുന്ന് മാറ്റിയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ കുറച്ച് പപ്പീസ് ഉണ്ടാക്കി കിടക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും ആയോ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം ഈ പപ്പീസ് ഇവിടെ ഉള്ളതുകൊണ്ടും നെയ്ബേഴ്സ് ആയിട്ടുള്ളവർ വളരെ മോശമായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്നലെ വൈഫാണെങ്കിൽ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അതായത് ഈ നമുക്ക് മര്യാദയ്ക്ക് ഫുഡ് പോലും അതിന് ഫീഡ് ചെയ്യാനായിട്ട് ആ ഡോഗിന് ഫീഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ളവർ കാണുമെന്നുള്ള പേടിച്ചാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മിണ്ടാപ്രാണിയാണ്. അത് എങ്ങനെയല്ല കുട്ടികളൊന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്കതിനെ എങ്ങോട്ടെങ്കിലും മാറ്റും, ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യും, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമുക്ക് ഈ പപ്പീസിന് ഫീഡ് ചെയ്യാനായിട്ട് മിൽക്ക് വേണ്ട ഈ മദറിന്. അപ്പൊ ഈ മദറിന് എന്തെങ്കിലും ഫുഡ് ചെന്നാലേ അത് പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ആണെങ്കിലും ആ മദർ ഡോഗിന്റെ ആ നോട്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വിശന്നിട്ടുള്ള ഒരു നോട്ടമാണ്. അപ്പം എന്റെ വൈഫാണെങ്കിൽ അതിനെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഇന്നലെ ഞാൻ ഫുഡൊന്നും കൊടുത്തില്ലായിരുന്നു. ആ പട്ടിങ്ങനെ വെജിറ്റബിൾ ഫുഡൊന്നും അങ്ങനെ പെട്ടെന്ന് കഴിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ സാമ്പാറൊക്കെ ഉണ്ട് അതിങ്ങനെ കഴിച്ചില്ല. അപ്പൊ ഞാൻ ഇന്നലെ എന്താ വെച്ചാല് ബാക്കിയുള്ള ചോറെല്ലാം കുഴച്ചിട്ട് അതിനെ വെച്ച് കൊടുത്തു ഒരു കവറിൽ. അപ്പൊ അത് ഒരുപാട് ചോറുണ്ടായിരുന്നു. അപ്പൊ 2 ദിവസത്തേക്കുള്ള ഫുഡ് ആയിട്ടാണ് അത് ഫുള്ളും കൊടുത്തത്. അപ്പൊ മറ്റുള്ളവർ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് ഞാനത് ഫുഡ് കഴിച്ചപ്പോ തന്നെ അത് പറ്റൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ തുടച്ചവിടുന്ന് മാറ്റിയായിരുന്നു. പക്ഷെ എങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആ പട്ടി കുരക്കാൻ തുടങ്ങിയപ്പോ അപ്പുറത്തുള്ളവരൊക്കെ വന്ന് നോക്കിയപ്പോഴേക്കും ആ ചോറ് അവിടെ ഇവിടെയൊക്കെ കിടക്കണത് അവര് കണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഞാനല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും ആ ചോറ് കൊടുക്കത്തുള്ളൂ പട്ടിക്ക്. അപ്പൊ തന്നെ അവരങ്ങോട്ട് നമ്മുടെ അടുത്ത് നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയൊക്കെ നമ്മളെ നോക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തു. അത് മാത്രമല്ല, ഇപ്പൊ പുറത്തിറങ്ങുമ്പോ നമ്മുടെ അടുത്ത് ആരും ഒന്നും മിണ്ടോ സംസാരിക്കൊന്നില്ല. എന്തോ ആ പട്ടി പ്രസവിച്ചത് നമ്മള് കാരണമാണ് എന്ന രീതിയിലാണ് എല്ലാവരും. ഇവിടെ ഫുഡ് ബാക്കി വന്നാൽ പോലും ഒരു പട്ടിക്കോ പൂച്ചക്കോ ഒറ്റ ആള് കൊടുക്കില്ല. അത് ചീനി കളഞ്ഞാലും കുഴപ്പമില്ല, ഒരു മിണ്ടാപ്രാണികൾക്കും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് മിക്ക ആൾക്കാർക്കും ഇവിടെ കാണുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ഇതിനെയും കൂടെ മുമ്പോട്ട് പോകാനായിട്ട്. എങ്ങനെയായാലും ഒരു സൊല്യൂഷൻ നമുക്കിത് കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് ഡോഗ് റെസ്ക്യൂ ചെയ്യുന്ന ആളുകളെ കുറെ പേര് കോണ്ടാക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരിടത്തും സൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നവർ ആദ്യം പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പപ്പീസ് ഒന്നും അവര് കണ്ണ് പോലും തുറന്നിട്ടില്ല. അപ്പൊ കണ്ണെങ്കിലും തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് അങ്ങനെ റിലേറ്റഡ് അതിൽ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെയൊക്കെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ശല്യം എന്ന രീതി സംസാരിക്കാറുണ്ട്. അപ്പൊ ആ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു സംവിധാനം ഉള്ളതായിട്ട് ഒന്നും തോന്നുന്നില്ല. ഈ നമ്മുടെ കേരളത്തിൽ ഇതിനൊന്നും പ്രോപ്പറായിട്ട് ഒരു സംഭവങ്ങളും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അല്ലെ മൃഗസ്നേഹികള് കുറച്ച് പേര് ഇതിനു വേണ്ടിയിട്ട് കുറച്ചൊക്കെ അവര് പൈസ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഇല്ലാത്തത് ഉണ്ടാക്കിയെടുത്ത് ഇവിടുന്ന് കിട്ടുന്ന പൈസ വെച്ചൊക്കെ ചെറിയ പൈസ വെച്ച് ചെയ്യുന്ന ആ ഒരു സ്ക്വാഡുകളല്ലാതെ ഒന്നും തന്നെ പ്രോപ്പറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എന്താണെങ്കിലും ഇതിനെ എത്ര ദിവസം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അടുത്ത എന്തെങ്കിലും അപ്ഡേഷൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ വീഡിയോയിൽ വന്ന് പറയുന്നതാണ് നിങ്ങളോട്. എന്താണെങ്കിലും നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഈ പപ്പീസിനെ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ കമന്റ് ചെയ്യണം. ഉറപ്പായിട്ടും നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് പക്ക സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. കാരണം ഇതിന് വെറുതെ ജീവനില്ലാതാക്കി കളയുന്നതിൽ എത്രയും നല്ലതാണ് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നല്ല പപ്പീസാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ നല്ല പപ്പീസാണ്, നല്ല ആരോഗ്യമുള്ള പപ്പീസാണ്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.